ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ധ്രുവദേ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ആശാ വിനീത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? കേക്കാണ്. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോ നമുക്ക് കേക്ക് ചിലവർക്കൊന്നും ഒട്ടും അറിയില്ല. കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേക്ക് ഇരിക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഈ കേക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമുക്ക് വീട്ടില് അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലും നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ റെസിപ്പി അവസാനം വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു ചുവട് കട്ടിയുള്ള പാത്രം മാത്രം മതി. പിന്നെ ഇതിന്റെ ബാറ്റർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഓവൻ വേണ്ട, പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പരിപാടി വേണ്ട. അപ്പൊ ഈസി ആയിട്ട് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജ്യൂസ് ജാറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ജാർ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലൊക്കെ എടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലോട്ട് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. ഇനി തേൻ 1 ടീസ്പൂൺ ചേർക്കണം. ഇത് നമ്മുടെ കേക്ക് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കും. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് ചേർക്കാം. കപ്പ് വെള്ളം ചെറു ചൂടോടുകൂടി ചേർക്കുകയാണ് ഞാൻ. ഇത് വെള്ളം വളരെ തണുക്കാനോ അതുപോലെ തന്നെ വളരെ ചൂടോ പാടില്ല. ചെറു ചൂടോടുകൂടി മാത്രമാണ് വെള്ളം ഇതിൽ ഒഴിക്കാവൂ. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 2 മിനിറ്റ് കൂടുതൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. മൈദ ഞാൻ 1 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് അരിപ്പയിലൊന്ന് അരിക്കണം ഇതുപോലെ. അപ്പോൾ മൈദയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കട്ടയുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ബേക്കിംഗ് പൗഡറായിട്ട് നന്നായിട്ട് ഇത് കലരാനും സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചു വെച്ചതാണ് കാണുന്നത്. ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യണം ഈ പൊടിയുമായിട്ട്. ഇത് മിക്സ് ചെയ്യാൻ നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചാൽ മതി. നന്നായിട്ടിത് മിക്സായി കിട്ടും. 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആവും. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുഴമ്പ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ല. ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുക്കുക. ഞാനിതൊരു അലൂമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു ബേക്കിംഗ് ട്രേ തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് നിന്ന് വെണ്ണ തേക്കണം. അപ്പോൾ ഞാനിതിൽ നന്നായിട്ട് കണ്ടില്ല, ഉൾഭാഗം മൊത്തം നന്നായിട്ട് വെണ്ണ പരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് പതുക്കെ ഒഴിക്കുക.
നമുക്ക് ഇതുപോലെ പാത്രം ഒന്ന് പതുക്കെ താഴത്തൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ലെവലാവും. കുറച്ച് കുഴമ്പ് രൂപത്തിലായതുകൊണ്ട് അത് അധികം ലെവലൊന്നും ആവില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത് സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ കിട്ടും. വളരെ എളുപ്പം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതില്ലാണ്ടും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ചുവട് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് മൊത്തം ഞാൻ ഉപ്പ് വിതറിയിരിക്കുകയാണ്. ഈ ഉപ്പ് നമുക്കിനി വേറെ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ കേക്ക് ഉണ്ടാക്കാനോ കുക്കീസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഉപ്പുപൊടി വിതറിയ ശേഷം ഒരു റിങ്ങോ ഇതുപോലെ ഒരു ചെറിയ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രമോ വച്ച ശേഷം മാത്രമാണ് നമ്മൾ ഈ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം വയ്ക്കാവൂ. അതിനുശേഷം ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു തുണി ഇതുപോലെ മുകളിൽ നമുക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ ഈ തുണി മുകൾ ഭാഗത്ത് മാത്രം ചൂട് ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഒട്ടും ഇത് ശ്രദ്ധിക്കാതെ വയ്ക്കരുത്. പ്രത്യേകം പറയുകയാണ്, ഈ തുണി നിങ്ങൾ ഇതുപോലെ കവർ ചെയ്ത് മുകൾ ഭാഗത്ത് മാത്രം വയ്ക്കുക. താഴത്തോട്ട് ഒട്ടും ഇടരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ചൂട് പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ തുണി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റും ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് നമുക്ക് തീ ഓണാക്കി ഒരു 2 മിനിറ്റ് ആദ്യം മീഡിയം ഫ്ലെയിമിലും 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല മണമൊക്കെ വന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയുടെ അറ്റം വെച്ചിട്ടായാലും മതി. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ മാവ് ഒട്ടി പിടിക്കുന്നില്ലെന്ന് കണ്ടാൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് കമത്തി ഇട്ടാൽ മതി. കേക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് പോരും. കണ്ടില്ലേ, നല്ല ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഈസി ആയിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തു. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്. കുറച്ചും കൂടി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റുമാണ്, നമുക്ക് വളരെ സോഫ്റ്റുമാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓവനിലും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എൻ്റെ മാവ് റെഡിയാക്കിയ ശേഷം ഓവനിൽ പ്രീ ഹീറ്റ് 5 മിനിറ്റ് ചെയ്യുക. അത് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ആദ്യം സെറ്റായിട്ട് പ്രീ ഹീറ്റ് 5 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ 35 തൊട്ട് 40 മിനിറ്റ് വരെ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ. ദീദിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കുട്ടികളുടെ ഒപ്പം ഇവിടെയുള്ള അടുത്തുള്ള കുട്ടികളുടെ ഒക്കെ കൂടി ആ ഒരു നിഷ്കളങ്ക ചിരിയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് കേക്കായിട്ട് അവരുടെ ഒപ്പം വന്നിരിക്കുന്നത്. ഇത് ദീദിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ദീദി എന്നുള്ള ജൽജീരയുടെ ഒക്കെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ദീദി ജൽജീരയുടെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹാപ്പി ക്രിസ്മസ്. Merry Christmas, all of you. Okay. All the way, oh, your father's to ride the rusty hey, jingle bell, jingle all the way. Let me also. Only one. But it's okay, baby. Everybody, you take us. Yes, Merry Christmas, all of you. Say Merry Christmas. Let's make a cake. Happy Christmas.